നമസ്കാരം. അപ്പം ഇന്ന് D4 ന്യൂസ് എത്തിയിട്ടുള്ളത് ഇരുമ്പിലെ മങ്കേരിയിലാണ്. പരമ്പരാഗതമായി മൺപാത്രം നിർമ്മിക്കുന്ന യൂണിറ്റിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു കൂടുതൽ കാര്യങ്ങൾ ഇന്ന് അറിയാൻ പറ്റും. നമ്മൾ പണ്ട് മുതലൊക്കെ മൺപാത്രങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും. അതെങ്ങനെയാണ് ഉണ്ടാക്കണത്, അതിന് ഏത് മണ്ണാണ് യൂസ് ചെയ്യണത്, അത് എത്ര നാളെടുക്കും ഒരു മൺചട്ടി ഉണ്ടാവാൻ എന്ന കുറേ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. അപ്പം ഇന്ന് നമുക്ക് എല്ലാ ഡൗട്ടൊക്കെ തീർത്ത് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പരമ്പരാഗതമായി മൺപാത്രം നിർമ്മിക്കുന്ന യൂണിറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മൺപാത്രത്തെക്കുറിച്ചും അത് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയൊക്കെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം. ചേട്ടൻ വന്നിട്ടുണ്ട്, നമുക്ക് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സുബ്രഹ്മണ്യൻ. എത്ര നാളായി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്? ഇവിടെ സ്റ്റാർട്ട് ചെയ്തൊരു 3 വർഷമായിട്ടുള്ളൂ. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ചെറുപ്പം മുതലേ മൺപാത്രം ഉണ്ടാക്കുന്ന ആളുകളാണ്. ചേട്ടൻ്റെ വീട് മങ്കേരി തന്നെയാണ്, കുറച്ച് അപ്പുറം പോകും. അപ്പോ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പത്തെ കാലഘട്ടത്തിൽ ഈ മൺപാത്രത്തിനും ഇത് പാത്രങ്ങൾ ഉണ്ടാക്കുമ്പോ ആളുകൾ വിളിക്കുമ്പോ ആളുകളുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? ആളുകള് കുഴപ്പമൊന്നുമില്ല. ഈ ഫീൽഡിൽ പുതിയ ആൾക്കാരൊന്നും ഈ ഫീൽഡിലേക്ക് വരുന്നില്ല. ഒന്നാമത്തെ എന്താ വെച്ചാല് ഇതില് കഷ്ടപ്പാട് കൂടുതലും അതിന്റെ പ്രോഫിറ്റ് കുറവാണ്. പിന്നെ ഉള്ളതൊന്ന് റോ മെറ്റീരിയൽ, കളിമണ്ണ്, അങ്ങനെയുള്ള ചകിരി, വിറക്, ഇതിനൊക്കെ എല്ലാം അതിന്റെ വില കൂടുതലാണ്. ഇതൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്. ഇതിപ്പോ ഒരു ടിപ്പർ, അതായത് ഒരു 5 ടണ്ണ് മണ്ണ് ഇവിടെ എത്തുമ്പോഴേക്ക് തന്നെ 20,000 രൂപ കൊടുക്കും. അപ്പോൾ അത് എടുത്ത് ഉണ്ടാക്കി നമ്മൾ ഇത്രയധികം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും അതിനനുസരിച്ച് പിന്നെ എന്താ ഇത് ചെയ്യുന്നത് വെച്ചാല് ഇത് 24 മണിക്കൂറും ജോലി ചെയ്യുക, ആ രീതിയിലാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത്. അപ്പൊ പണിക്കാരൊക്കെ ഉണ്ടോ? പണിക്കാരെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പുറത്തുള്ള പണിക്കാരൊന്നല്ല, അതൊക്കെ നമ്മള് കുടുംബക്കാർ തന്നെയാണ്. പിന്നെ അപ്പുറത്തുള്ള എന്റെ അമ്മയാണ്. പിന്നെ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് സഹായിക്കും. അങ്ങനെ എല്ലാരും കൂടി ആയിട്ടുള്ള കാര്യമായിട്ട് ഇത് നടക്കുള്ളൂ. അല്ലാണ്ട് ഒരു ഫാക്ടറി ലെവലിൽ ഇത് നടത്തിക്കൊണ്ടുപോകാൻ വലിയ പ്രയാസം. എങ്ങനെ ഇത് ഉണ്ടാക്കാം മൺപാത്രം? ഫസ്റ്റ് അതാണ് ശരിക്കുള്ള ആദ്യത്തെ മണ്ണ്, നമ്മൾ കൊടുന്നിട്ട മണ്ണാണത്. അത് നമ്മള് അവിടുന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മെഷീനിലിട്ട് അരയ്ക്കണം. ഇങ്ങനെ അവിടുന്ന് ഒഴിച്ച് മണ്ണ് ഈ രൂപത്തിലാക്കി എടുക്കും. പിന്നെ ഈ മണ്ണ് എടുത്തുകൊണ്ടിട്ട് ഇത് അതേപോലെ ആളാണ് ഉണ്ടാക്കുന്നത്, ചട്ടി ഉണ്ടാക്കുന്ന ആളാണ്. വിൽപ്പനയും കാര്യങ്ങളൊക്കെ എങ്ങനെ പുറത്തേക്ക് കൊടുക്കുകയാണോ? പുറത്ത് എന്ന് പറഞ്ഞാല് ഇത് ഇപ്പൊ ഉണ്ടാക്കുന്ന സാധനങ്ങൾ തെക്കൻ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ്. തെക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലം, ആലപ്പുഴ, കൊല്ലം ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. ബാക്കി ഇവിടെ സാധാരണ വീടുകളിലേക്ക് കൊണ്ടുപോകും. കുറച്ചൊക്കെ ഇവിടുത്തെ സ്ത്രീകളുണ്ട്, അവർ വന്ന് കൊണ്ടുപോകും. പിന്നെ കടകളിൽ കൊണ്ടുപോയി കൊടുക്കും. മൺചട്ടിയില് പലതരം വെറൈറ്റികൾ ഉണ്ട്. ഇപ്പൊ ആൾക്കാരത് മേടിക്കുന്നുണ്ടോ?
കൂടുതലായിട്ടുള്ള പാത്രങ്ങള്? കൂടുതലായിട്ട് ആൾക്കാരൊന്നും വാങ്ങിക്കുന്നില്ല. കാരണം ഇപ്പൊ നോൺ സ്റ്റിക്കും മറ്റു അലുമിനിയം പാത്രങ്ങളൊക്കെ കുറച്ചൊരു അതിൽ സുഖം കൂടുതലല്ലേ. അതായത് കൺവീനിയന്റ് ആണ് മറ്റു പ്രോഡക്റ്റ്, അതേപോലെ അല്ലല്ലോ ഇത്. അത് കാരണം ഇത് കുറച്ച് കുറവാണ്, എന്നാലും ആളുകൾ കുറച്ചൊക്കെ മേടിക്കുന്നുണ്ട്. ഒരു പാത്രം സെറ്റായി വരെ എത്ര ദിവസം എടുക്കും? ചുരുങ്ങിയത് അങ്ങനെ ഒരു ദിവസം എങ്ങനെ ഒരു 15 ദിവസം പിടിക്കും. ഒരു പാത്രം 15 ദിവസം പിടിക്കും, ചൂളയിൽ വെച്ച് എടുത്ത് കഴിയുമ്പോഴേക്കും. ഫസ്റ്റ് ചേട്ടൻ പാത്രം അങ്ങനെ റെഡിയാക്കി പിന്നെ ചൂടാക്കി? അത് ചൂടാക്കല്ല, അത് വേറെ ആളുണ്ട്, അത് മേടി അതിന്റെ അത് അടയ്ക്കണം, പിന്നെ അതിൽ ഉണങ്ങണം, പിന്നെ ചുവന്ന മണ്ണ് തേക്കണം, പിന്നെ വീണ്ടും ഉണങ്ങിയിട്ട് പിന്നെ ചൂളയിൽ വെക്കണം. ചൂളയാണ് ഇപ്പൊ കാണുന്നത്. ചൂളയിൽ വെച്ച് ഏറ്റവും കൂടുതൽ മൂവ് ആവുന്ന പാത്രം അത് മീൻകറി വെക്കാൻ മാത്രമാണ് ഇപ്പൊ കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുള്ളൂ. മീന് ഇറച്ചി വെക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മീൻ ചട്ടികളില് ഇപ്പൊ കൂജ അങ്ങനത്തെ ഇതിനൊന്നും പണ്ടത്തെ പോലെ. കൂജ അതിനൊക്കെ ഈ സീസണിൽ വേനൽക്കാലത്ത് മാത്രമേ അതിന് പോകുന്നുള്ളൂ. എല്ലാ സമയത്തും പോകുന്നത് മീൻകറി വെക്കേണ്ട ചട്ടി മാത്രം. ഇപ്പൊ എത്ര തരം പാത്രങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? ഇപ്പൊ 4-5 തരം പാത്രങ്ങളുണ്ട്. പ്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഇറച്ചി വെക്കുന്ന പാത്രങ്ങൾ, പിന്നെ ചെടിച്ചട്ടി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ പൗളുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഓർഡറിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? കൂടുതലും അങ്ങനെയാണ്, ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവിടെ വന്നിട്ട് ആൾക്കാർ വാങ്ങാറുണ്ടോ? ഇവിടെ കുറച്ച് ആൾക്കാർ വാങ്ങുന്നുണ്ട്. ഈ നാട്ടിലുള്ള പാത്രങ്ങൾ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, അതെന്താ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരുമോ? ഇത് മീൻകറി വെക്കുന്ന ചട്ടിയാണത്. അപ്പൊ ഇതിനൊരു ഹോള് അത് വീണ്ടും അതിന്റെ കുറച്ച് ഉണങ്ങി കഴിഞ്ഞാൽ അടിച്ച് അതിന്റെ മൂട് ഭാഗം അടിച്ചിട്ട് ചട്ടി പോലെ ഇതേപോലെ ആക്കും. ഇങ്ങനെ ആക്കും. അത് പിന്നെ അതെടുത്തിട്ട് ഉണക്കാം, അതേപോലെ റാക്കിന് മുകളിൽ വെച്ച് ഉണക്കും. ഉണക്കിയതിന്റെ ശേഷം ചുവന്ന മണ്ണ് തേക്കും. ചുവന്ന മണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പറമ്പിൽ കാണുന്ന ചുവന്ന മണ്ണ് ഇതിന് മുകളിൽ തേക്കും. 2 പ്രാവശ്യം തേച്ചിട്ട് 3-ാമത്തെ പ്രാവശ്യമാണ് വീണ്ടും അതിന് കല്ലിട്ട് വരുതി കഴിഞ്ഞാലാണ് ആ കാണുന്ന അതങ്ങനെ ചുവന്ന മണ്ണ് തേച്ച് റെഡിയാക്കിയിട്ട് പ്ലേറ്റ് ആണ്. ഇത് പ്ലേറ്റ് ആണല്ലേ? പിന്നെ അതിന്റെ ചട്ടിയാണ് ഈ പഴയ പുറത്തത്തെ കഴിഞ്ഞ് വെച്ച സാധനം. ഇത് ചൂളയിൽ വെക്കണം. ഇപ്പോ ചൂളയിൽ വെക്കാൻ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ എങ്ങനെ ചട്ടി ചൂളയിൽ വെക്കുക? ഒരു ചട്ടി ആയിട്ടാണോ? അങ്ങനെയല്ല, ഇതിപ്പോ ഒരു 400-450 ചട്ടിയോളം അതിനകത്തുണ്ട്. അതിപ്പോ 2 ദിവസമായി ചൂള വെച്ചിട്ട്. എത്ര ദിവസം? 3 ദിവസം വേണം. 3 ദിവസം വേണം. എന്നിട്ട് അതിന് എടുക്കായിരിക്കും. 3 ദിവസം ഇനി കത്തിച്ച് ആ ചകിരി മുഴുവൻ അത് കത്തിച്ച് കഴിഞ്ഞു. ആ ചകിരി മുഴുവൻ കത്തിച്ചിട്ടാണ് അത് ശരിക്കും ചുവന്ന നിറത്തിലാവും. അതേപോലെ ഈ കറുത്ത ചട്ടി, ഇത് കറുത്ത ചട്ടി കുറച്ചും കൂടി പിന്നെ മയക്കേണ്ട ആവശ്യമില്ല. മറ്റേ നമ്മള് വീട്ടിൽ കൊണ്ടുപോയാൽ ചട്ടി മയക്കണ്ടേ, ഇത് മയക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിൽ വെച്ചിട്ടാണോ ചട്ടി? ഇതിൽ ആദ്യം ചകിരി ഇടണം, പിന്നെ അതിനുള്ളിൽ ചട്ടി ഓത്തണം, പിന്നെ ഈർച്ചപ്പൊടിയൊക്കെ ഇട്ടിട്ട് കറപ്പിക്കാം. അപ്പൊ ഇതിൽ എത്ര ചട്ടിയായിട്ട് കറപ്പിക്കാൻ പറ്റും? ഒരു 200 എണ്ണം കറപ്പിക്കാൻ പറ്റും. 200 ഒരു ചട്ടി കറപ്പിക്കാൻ 4 മണിക്കൂർ അത്രേ വേണ്ടുള്ളൂ അല്ലേ? കൂടുതൽ സമയം അതിലാണല്ലേ വേണ്ടത്? ഈ കറുത്ത ചട്ടിയുടെ പ്രത്യേകത എന്താണ്? കറുത്ത ചട്ടി 2 പ്രാവശ്യം ചൂളയിൽ വെന്ത സാധനമാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലും വെച്ച് വേവുന്നുണ്ട്. 2 പ്രാവശ്യം വെന്ത് കഴിഞ്ഞാല് ഇതിന്റെ ഉറപ്പ് കൂടും കുറച്ചും കൂടി. പിന്നെ ഇത് മയക്കേണ്ട ആവശ്യമില്ല. രണ്ടിന് റേറ്റ് ഒക്കെ വ്യത്യാസം വരും. അതിനേക്കാളും 20 രൂപ കൂടുതൽ വരും. ഇതിന് കൂടുതൽ വരും. എത്ര വർഷമായി തൊഴിൽ തുടങ്ങിയിട്ട്? തൊഴിലിപ്പോ ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ ഈ തൊഴിലാണ്. പിന്നെ കുറെ തൊഴിലില്ലാണ്ടിരുന്നു. പിന്നെ കുറെ ഇപ്പൊ പിന്നെ ഇവിടെ 4-5 കൊല്ലമായി ഇവിടെ തന്നെ തൊഴില്. ഇതിങ്ങനെ ഉണക്കുക, അത് മണ്ണ് തേക്കുക, അത് മിനുസാക്കുക ഒക്കെ തന്നെ പണി. ചെറുപ്പം മുതലേ? ചെറുപ്പം മുതലൊക്കെ അറിയുന്ന പണിയാണ്. സ്കൂളിൽ പഠിക്കുന്ന? സ്കൂളിലേക്കൊന്നും പോയിട്ടില്ല. ഞാനൊക്കെ ഒരു 8 വയസ്സിൽ തുടങ്ങി കിടക്കുന്നു, 8-9 വയസ്സിൽ. അപ്പൊ എങ്ങനെയാണ് പണ്ടത്തെ പോലെ ഇപ്പൊ ആളുകൾ മേടിക്കുന്നുണ്ടോ? അതിപ്പോ പണ്ടത്തെ പോലെ ഒന്നും ഇല്ല. ഇപ്പൊ പണ്ടല്ലേ കുറവാണ്. ഇപ്പൊ മറ്റു പാത്രങ്ങൾ വന്നപ്പോ സ്റ്റീൽ പാത്രമൊക്കെ ആയില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് കുറവ്. എന്നാലും ഒരു തൊഴിൽ, അവനവന്റെ തൊഴിൽ മാത്രം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുന്നു. നമ്മൾ പണ്ട് മുതലേ പറയണേക്കുന്ന ഒരു കാര്യമാണ് മൺചട്ടിയിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അതിനെ പറ്റി എന്താ പറയാ? കേട് വരില്ല. ചോറ് വെച്ചാൽ കുറുകുറിയാനിരിക്കും ചോറ്. അതൊക്കെ തന്നെ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കും. നല്ല മറ്റേല് വെച്ചാല് കുറെ കഴിഞ്ഞാൽ വെള്ളം ഓർന്നുകൊണ്ടിരിക്കും. ഇതാ വെള്ളം വലിഞ്ഞിട്ടുണ്ടാവും. മീൻകറി വെച്ചാലും പച്ചക്കറി വെച്ചാലും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇപ്പൊ വെള്ളത്തിന് വരെ ഒരു പ്രത്യേക രുചി വരും. മൺചട്ടി വെള്ളം നിറച്ച് വെച്ചിട്ട് കുടിക്കണം, അത് നല്ലൊരു രസമാണല്ലോ. പിന്നെ വേനൽക്കാലത്തും തണുപ്പുണ്ടാവും ഏത് നേരത്തും. അപ്പൊ അതിലതാ ഇപ്പൊ കൊണ്ടുവന്ന് വെച്ച വെള്ളമാണ്. അതിലൊരു കുടം പാത്രം വെള്ളം എന്നല്ല ഇവിടെ കുടിക്കുള്ളൂ. ഒരു ദിവസം മുതലേ ഉള്ള പണിയാണിത്.
അത് ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി. ഞങ്ങളൊന്നും പോയിട്ടില്ല. ഞങ്ങളൊന്ന് പറഞ്ഞേക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അമ്മമാരും അച്ഛന്മാരും എന്താ പണിയെടുക്കാൻ നേരം ഒരു 8 മണി എണീറ്റ് മിറ്റടിക്കാൻ പറയാർക്ക്. അത് കഴിഞ്ഞാൽ മണ്ണിന് കൂട്ടിക്കൊണ്ട് പോകും. ഇന്നത്തെ ഒരു വണ്ടിക്കൊന്നും കൊണ്ടില്ല. അന്ന് പോയിട്ട് എവിടെയാന്ന് വെച്ചാൽ അവിടുന്ന് കുറച്ചിട്ട് വന്ന ഒരു ഉരുള തലയിൽ വെച്ചിട്ട് വരും. ഇവിടെ വന്ന വേനൽക്കാലാണെങ്കിൽ അത് മിറ്റത്തിട്ട് തച്ച് പൊടിച്ച് നനയ്ക്കണം. നനച്ചിട്ട് വേണം ഇതേപോലെ. അന്ന് അരക്കൊന്നല്ല, ചവിട്ടുകയാണ് ചെയ്യുക. ഇപ്പൊ മിഷ്യനൊക്കെ വന്നല്ലോ. മെഷീനൊക്കെ വന്നു. ഇപ്പൊ സുഖമായി മണ്ണിന് ഏറ്റാൻ പോണ്ട, ഉമ്മർത്ത് കൊണ്ടുവന്ന്. കാലത്ത് നോൺ സ്റ്റിക് പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹെൽത്തിന് ഭയങ്കര കേടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ അതിൽ വരുന്ന ഒരു കറുത്തത് നമ്മളെ ഫുഡിലായിട്ട് നമ്മളത് കഴിക്കുമ്പോൾ അസുഖങ്ങളൊക്കെ വരും. അപ്പൊ പണ്ടത്തെ കാലങ്ങളിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിലാണ് മൺപാത്രത്തിൽ വെക്കും. എല്ലാതും മൺപാത്രത്തിൽ തന്നെയായിരുന്നു വെക്കുക. ആർക്കും ഞങ്ങൾ ചെറുപ്പകാലത്ത് തുടങ്ങിയ ഞങ്ങൾ മൺപാത്രത്തിൽ വെക്കും. ഇപ്പോഴും വീട്ടിൽ യൂസ് ചെയ്യുന്നത് മൺപാത്രം തന്നെയാണ്. ചോറ് വെക്കാനും കഞ്ഞി വെക്കാനും കൂട്ടാൻ വെക്കാനും ഒക്കെ. നമ്മുടെ പേരെന്തായിരുന്നു? പേര് കമലം. കമലം. ഇവിടെ തന്നെ മങ്കേരി. ഇവിടെ തന്നെ ഞാൻ പെറ്റ് വളർന്ന നാടാണിത്, മങ്കേരി. പേരെന്താണ്? അപ്പൊ ചേട്ടനാണ് കാലങ്ങളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? 12 വയസ്സായി തുടങ്ങി. അപ്പൊ കൊറേ വർഷമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ചേട്ടന്റെ അഭിപ്രായം എന്താണ്? ഇപ്പത്തെ കാലത്ത് ആളുകള് പാത്രങ്ങള് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് ചെലവൊക്കെ ഉണ്ട്. പിന്നെ മൺപാത്രത്തിന്റെ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. ആൾക്കാര് മേടിക്കുന്നുണ്ട്. പണ്ടത്തെ അത്ര പണ്ടത്തെ അത്ര പോണില്ല, കുറച്ച് കുറവാണ്. കുഴപ്പമില്ലാതെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒരു ദിവസം എത്ര ചട്ടികൾ ചേട്ടൻ? ഒരു ദിവസം 50 എണ്ണം. ഇത് തന്നെയാണ് എല്ലാം ഉണ്ടാക്കാം? എല്ലാത്തിനും തന്നെ ഉണ്ടാക്കും. പിന്നെ നാടൻ ചക്കര ഉണ്ട്, അത് വേറെ ഉണ്ട്. ഇതിലായി ഉണ്ടാക്കുന്നത് കൂടുതലായിട്ട് ഇതില് അപ്പൊ ഇതിങ്ങനെ ഓരോ ഷേപ്പ് ആക്കിട്ട് മാറ്റിയിടും. ഓരോ ഷേപ്പ് നമുക്ക് മനസ്സിൽ വരുന്നത് അതേപോലെ ചെയ്യും. എന്തുണ്ടെങ്കിലും അതേപോലെ ചെയ്ത് കാണിച്ചു കൊടുക്കുക. എന്തെങ്കിലും ഫ്ലവർ റോസ് ആയാലും എന്ത് മോഡലായാലും പുതിയ പുതിയ മോഡലൊക്കെ അപ്പൊ ട്രൈ ചെയ്യാറ്. ഒക്കെ ചെയ്യും. ഒരു ഓർഡർ വരും നമ്മൾ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കും. ഒരു ദിവസം എത്ര പാത്രങ്ങൾ ഉണ്ടാക്കും? 50 എണ്ണം ഉണ്ടാക്കും. 50. അത് ഒരേ മോഡൽ തന്നെയാണ് ഉണ്ടാക്കുക? ഓരോ മോഡൽ ഉണ്ടാക്കും, പല മോഡൽ ഉണ്ടാക്കും. 50 എണ്ണം. പേരെന്താണ്? എൻ്റെ പേര് കുട്ടൻ. ഇപ്പൊ എത്ര വർഷമായി ഇപ്പൊ തുടങ്ങിയിട്ട് മൺചട്ടി ഉണ്ടാക്കാൻ? ഞാൻ 14 വയസ്സിൽ തുടങ്ങിയതാണ് ഈ കലമ്പണി. പിന്നെ അതിനിടയ്ക്ക് വെച്ച് കുറച്ച് കാലം നിർത്തി. ഇവിടുന്ന് ഗൾഫിലൊന്ന് പോയി. 25 കൊല്ലം മസ്കറ്റിൽ പോയി നിന്നു. പിന്നെ അവിടത്തെക്കാളും ഗുണം ഇവിടെ തന്നെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ പോന്ന് ഈ പണിയാണ് വീണ്ടും തുടങ്ങി. മണ്ണിറക്കിയിട്ട്. പണ്ട് മുതലേ വീട്ടിൽ തന്നെയായിരുന്നു ചെയ്യണേ? ജോലി ചെയ്ത് വീട്ടിൽ തന്നെ. ഒറ്റയ്ക്ക് പണിക്കാരെങ്ങനെ? ഇല്ല, പണിക്കാരെ വെച്ചിട്ടുള്ള പരിപാടി ഇല്ല. അത് നമുക്ക് മുതലാവില്ല. കാരണം പണിക്കാർ വെച്ച് അവർ പറയണ കാശ് കൊടുക്കണം. പിന്നെ അവരെ ചിലവും കാര്യങ്ങളും മറ്റുള്ളതൊക്കെ കൊടുക്കണം. അതൊന്നും എനിക്ക് പറ്റൂല. ചിലപ്പോൾ അവർ വെള്ളം അടിക്കുന്നവരാണെങ്കിൽ 2 ദിവസം വന്നിട്ടുണ്ട് പോകും. അപ്പോൾ നമ്മളുടെ പണി ഇവിടെ കിടക്കും. ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഇതുമില്ല. ഞാൻ ചിലപ്പോൾ രാത്രി 7 മണി വരെയൊക്കെ ചെയ്യും. 7 മണി വരെ അല്ല, 9 മണി വരെ, രാത്രി 9 മണി വരെ ചെയ്തിരുന്ന പണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ 9 മണി വരെ ചെയ്യും. അത് കാലത്ത് 4 മണിക്ക് എണീറ്റ് പിന്നെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇന്നിപ്പോൾ അത്ര ബുദ്ധിമുട്ടും പട്ടിണിയൊന്നും ഇല്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ 6 മണിക്ക് എണീറ്റു. ചിലപ്പോൾ ഒരു 5 മണിക്ക് അമ്പലത്തിൽ റെക്കോർഡ് വയ്ക്കുമ്പോൾ എണീറ്റ് ചെയ്യും. ചിലപ്പോൾ സാധനം ബാലൻസ് ഉണ്ടെങ്കിൽ. അല്ലാണ്ട് കൂടുതൽ ജോലിയൊന്നുമില്ല. മണ്ണൊക്കെ എവിടുന്ന? പുറത്തുനിന്നാണോ? മണ്ണ് ഞാൻ ഷൊർണൂരിൽ ഇതുവരെ കൊണ്ടുവന്നായിരുന്നു. ഇപ്പൊ ഈ പ്രാവശ്യം തൃത്താലേന്ന് കൊണ്ടുവന്നു. ഈ മണ്ണിന്റെ പ്രത്യേകത എന്താ? മണ്ണ് ഇത് കുറച്ച് ക്ലേ മണ്ണാണല്ലോ. അപ്പൊ അതിൽ കല്ലൊന്നും ഇല്ലല്ലോ. കളിമണ്ണ്, കല്ലൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇത് ചെയ്യാൻ പറ്റണത്. പിന്നെ കുറച്ചൊരു പശ പോലുള്ള മണ്ണാ. അപ്പൊ നമുക്ക് കയ്യിനൊക്കെ ഒരു ഇത് പിടിക്കാനൊക്കെ സുഖമുണ്ട്. അങ്ങനെയാണ് ഈ കളിമണ്ണിന്റെ സ്വഭാവം. ഇതിപ്പോ പുറത്തേക്ക് കൊടുക്കുകയാണോ അതോ ഇവിടെ വന്ന ആൾക്കാർ മേടിക്കുക? ഞാൻ ഇപ്പൊ ഇവിടെ പിന്നെ 2-3 പെണ്ണുങ്ങള് നടന്നു വെക്കുന്നവരുണ്ട്, അവർക്ക് കൊടുക്കുക. പിന്നെ ആരും അങ്ങനെ കൊടുത്തായിരുന്നില്ല. ആദ്യം എൻ്റെ ഭാര്യ ഇവള് കൊണ്ട് നടന്നു വെക്കുകയായിരുന്നു. അപ്പൊ പിന്നെ അതിന് ഇരട്ടി പൈസ കിട്ടും. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ 60 റുപ്യായിട്ടാ കൊടുക്കണത്. ഹോൾസെയിലായിട്ട് കൊടുക്കണത് 60 റുപ്യായിട്ടാ. ഇത് നടന്നു വെക്കുകയാണെങ്കിൽ 150 വരെ വിൽക്കാം. അപ്പൊ അത്രയും പൈസ നമുക്ക് ലാഭിക്കാം. ഇതിപ്പോ അതിന് നടന്നു വെക്കാനുള്ള ആളില്ലെങ്കിൽ ഒന്നിച്ച് കൊടുത്തല്ലേ പറ്റൂ. ഒന്നിച്ച് കൊടുക്കുമ്പോ അതിന്റെ ലാഭം അവരെടുക്കും. അല്ല, അവർക്ക് അവരെ ഒരു കാശ് കിട്ടണ്ടേ. അപ്പോ അങ്ങനെയാണ്
പിന്നെ ചെലവുണ്ട്. ഇപ്പൊ പിന്നെ ഈ കൊല്ലപ്പോ 18,000 റുപ്യ ഒരു ലോഡ് മണ്ണ് ഇറക്കാൻ. 18,000 റുപ്യ ഇപ്പോൾ 4 ലോഡ് മണ്ണ് ഇറക്കി 70,000 റുപ്യ ആയി അതിന് തന്നെ. പിന്നെ വിറക് വേണം, വൈക്കോല് വേണം, ചകിരി വേണം ഇത് വേവിക്കാനായിട്ട്. അപ്പം ഇങ്ങനെ ചിലവുകളുണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കൊള്ള ലാഭമൊന്നും കിട്ടൂല, ജീവിക്കാം. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ അതും കിട്ടിയിരുന്നില്ല. അത് കുറച്ച് ചൂളയിൽ ഡാമേജ് ഒക്കെ വരികയാണെങ്കിൽ പിന്നെ നഷ്ടം തന്നെ. അപ്പോൾ പിന്നെ കടം മേടിച്ച് തന്നണം. അങ്ങനെയാണ് പഴയ കാലത്ത്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം കുറേയൊക്കെ മെച്ചമുണ്ട് ജോലി ചെയ്താലും. ഇപ്പോ ഇങ്ങനെ പറയണ കേട്ടു, ഇങ്ങനെ മൺചട്ടി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക തരം ഭാഷ ഉണ്ട്, അങ്ങനെ സംസാരിക്കാറുണ്ട്. അതന്നെ, അതാ തെലുങ്കാണത്. പക്ഷേ ഞങ്ങളിങ്ങനെ കർണാടക വഴിയും തമിഴ്നാട് വഴിയും ഒക്കെ ഇങ്ങനെ വന്ന് ഞങ്ങളുടെ കാരണവന്മാരായിട്ട് വന്ന് പിന്നെ ഭാഷയിൽ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. ഒറിജിനൽ അല്ല, പിന്നെ ലിപി ഉണ്ട്. തെലുങ്കിന് ലിപി ഉണ്ട്. ഞങ്ങൾക്കിപ്പോൾ ലിപി ഒന്നും ഇല്ല. ഇവിടെ വന്നത് കാരണം ഇവിടെ പിന്നെ മലയാളമല്ല പഠിക്കണത്. അപ്പം മലയാളം എല്ലാം പഠിക്കും, അല്ലാണ്ട് ലിപിയൊന്നും ഇല്ല. തെലുങ്കില് ലിപി ഉണ്ട്. പിന്നെ അങ്ങനെ ഇവിടെ പഠിക്കാനായിട്ടും ആഗ്രഹിക്കണമില്ല. ഇവിടെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഞങ്ങളിപ്പോ കുട്ടികളൊക്കെ സംസാരിക്കും. അപ്പൊ രണ്ടുപേരും ഒന്ന് സംസാരിക്കോ, ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിട്ട്. കുട്ടികള് എന്തിരാന്ന് പറഞ്ഞ അങ്ങോട്ട് വാ. പരിപാടി സ്റ്റെപ്പ് തവുകെട്ട് എന്ന് പറഞ്ഞാല് അവനോട് നിങ്ങളോട് സംസാരിക്കാം. അതാണ് തെലുങ്കില് ഇങ്ങനെ എല്ലാ പിന്നെ ഇവര് ഈ കുട്ടികളായിട്ടൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഒക്കെ അറിയാം. ഇതെല്ലാം പഠിക്കും ഞങ്ങള്, കുട്ടികൾക്ക് പഠിപ്പിക്കും. ഈ അപ്പടെ എന്ത് സൗദി അറേബ്യയിൽ എന്ന് പറയില്ല, അത് മലയാളമാണ്. സൗദി അറേബ്യനാ. സൗദി അറേബ്യൻ ഞാൻ പോയി അപ്പട് നല്ലതാ പോടാ എനക്കാ ఏమనతో చెప్పు. చెప్పింది సజిదేవడా ఎలా చెప్పేది వయ్యాని కార్యం చెప్పు. వయ్యాని కార్యం ఆవిడ కుండలం పోయాను, ఆవిడ పెన్సేసి వయ్యగానే ఉండే కార్యం అదే చెప్పవాలా. అది మలయాళం కుమ్మర భాష చెప్పి అని చెప్పి వారు చెప్పారు. ఇప్పుడు മനസ്സിലായേ. ഇന്നത്തെ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മൺപാത്രങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റി. നമ്മളെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ വീട്ടിൽ മൺപാത്രങ്ങളൊക്കെ കാണാറുണ്ട്, ഇപ്പോഴും ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്നിവിടെ വന്നതുകൊണ്ട് അറിയാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് മൺപാത്രങ്ങൾ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ ഇവരുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ്.